വ്യക്തിത്വമുള്ള ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ഇന്നും മായാതെ നിൽക്കുന്ന പേരാണ് അർഷിദ്. ഈ ലോകത്ത് നിന്ന് ആ പിഞ്ചോമന ഓർമ്മയായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. കടുത്ത പീഡനത്തിനിടയിലും അമ്മയുടെ മടിയിൽ ചിരിച്ചുകൊണ്ടിരുന്ന അർഷിദിന്റെ ആ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ ഓരോ കാഴ്ചക്കാരുടെയും കണ്ണുകൾ നനയാതെയിരിക്കില്ല. അമ്മയുടെ ആൺസുഹൃത്തിന്റെ ക്രൂരതയ്ക്കിരയായി ജീവൻ നഷ്ടമായ നെടുമങ്ങാട്ടെ ഈ കുഞ്ഞിന്റെ വേർപാട് ഒരു സമൂഹത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായി മാറിയിരിക്കുന്നു. അതേ വേദനയിൽ നിന്ന് ജനിച്ച ഒരു ചിത്രകാരന്റെ സൃഷ്ടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. സമാനതകളില്ലാത്ത പൈശാചികതയ്ക്കിരയായ അർഷിദിന്റെ മുഖചിത്രം പാൽത്തുള്ളികളാൽ മെനഞ്ഞെടുത്തിരിക്കുകയാണ് റഹീം റെഡ്സ് എന്ന യുവ ചിത്രകാരൻ. ഇതുവരെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമായി 35 ലക്ഷത്തോളം പേർ കണ്ടു കഴിഞ്ഞു റഹീമിന്റെ ചിത്രവും റീലുകളും. മാതൃവാത്സല്യത്തിന്റെ അമ്മിഞ്ഞപ്പാൽ മധുരം നുണയേണ്ട പ്രായത്തിൽ നരാധമനായ അമ്മയുടെ കാമുകനാൽ കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട അർഷിദിനുള്ള ശ്രദ്ധാഞ്ജലിയായാണ് പെരുമ്പാവൂർ മാറമ്പിള്ളി സ്വദേശി റഹീം റെഡ്സ് പാൽത്തുള്ളികൾ കൊണ്ട് ചിത്രം വരച്ചത്. കട്ടികൂടിയ കറുത്ത പേപ്പറിൽ പശുവിൻ പാൽ തുള്ളികൾ പല വലുപ്പത്തിൽ വീഴ്ത്തിയാണ് റഹീം തീർത്തിരിക്കുന്നത്. ഫീഡിംഗ് ബോട്ടിൽ നിപ്പിളും ഗ്ലൂ ആപ്ലിക്കേറ്ററുമാണ് ഇതിനായി ഉപയോഗിച്ചത്. അമ്മിഞ്ഞപ്പാൽ നുകരേണ്ട പ്രായത്തിൽ ചോരയുടെ ചവർപ്പറിഞ്ഞ് വിട പറയേണ്ടി വന്ന കുരുന്നിന്റെ ഓർമ്മകൾക്ക് ജീവൻ നൽകാൻ ഇതിലും മികച്ചൊരു മാധ്യമമില്ലെന്ന് ചിത്രകാരൻ പറയുന്നു. 10 മണിക്കൂറെടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത്. സുഹൃത്തും കോഴിക്കോട് സ്വദേശിയുമായ നിയമവിദ്യാർത്ഥിനി ആതിര സുബ്രഹ്മണ്യൻ ഈ ചിത്രത്തിനൊപ്പം കുറിച്ച വരികൾ കൂടി ചേർന്നപ്പോൾ സമൂഹ മാധ്യമത്തിലെ കാഴ്ചക്കാരും അതുകണ്ട് തേങ്ങി. അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം നുകരേണ്ട അധരങ്ങളിൽ അവൻ രക്തച്ചവർപ്പ് ഏറ്റുവാങ്ങി. മുട്ടിലിഴയുമ്പോൾ താങ്ങായ കുഞ്ഞിക്കൈകളിൽ അവർ കട്ടിയുള്ള കവചം തീർത്തു. കുഞ്ഞോമൽ മേനിയാകെ സിഗരറ്റിന്റെ ദുർഗന്ധം അലിഞ്ഞു ചേർന്നു. പഞ്ഞിക്കെട്ടുപോലെ മൃദുലമായ മേനിയിൽ അങ്ങിങ്ങായി പിശാചുക്കളുടെ കൈപതിഞ്ഞ അടയാളങ്ങൾ. ഇത്രയേറെ പിശാചുക്കൾ ആക്രമിച്ചിട്ടും ഒന്നും മനസ്സിലാവാതെ മരണത്തിന്റെ മറവിയിലേക്ക് നിഷ്കളങ്കമായ ചിരിയോടെ അവൻ നീങ്ങി. ആതിര കുറിച്ചിട്ട വികാരനിർഭരമായ വാചകങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള റീലുകൾ ചിത്രീകരിച്ചത് മുബിൻ മുസ്തഫയാണ്. പാൽത്തുള്ളികൾ കൊണ്ടുള്ള റഹീമിന്റെ വേറിട്ട ചിത്രരചന ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ മീഡിയങ്ങളും ഉപയോഗിച്ചുള്ള വേറിട്ടുള്ള ചിത്രരചന രീതിയാണ് റഹീമിൻ്റേത്. കല്യാണി പ്രിയദർശൻ അഭിനയിച്ച് മലയാളത്തിൽ ശ്രദ്ധ നേടിയ ലോക എന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷണൽ വീഡിയോയുടെ നിർമ്മാണത്തിന് 2025 ഇന്ത്യ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിസ്റ്റിനായി തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരനാണ് റഹീം. പ്രൊഫഷണലായി ചിത്രകല പഠിച്ചിട്ടില്ലാത്ത റഹീം ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ടാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത്. സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇദ്ദേഹം മാറമ്പിള്ളി കളരിക്കൽ വീട്ടിലാണ് താമസം. മാറമ്പിള്ളിയിൽ RR ആർട്ട് സ്റ്റുഡിയോയും മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പും നടത്തുന്നു. റഹീമിനെ എല്ലാ പിന്തുണയുമായി ഭാര്യ മിശ്രയെയും മക്കളായ റെയ്ഹാൻ, റംസാൻ എന്നിവരും കൂടെയുണ്ട്.